വിത എളുപ്പമാക്കാൻ ഡ്രം സീഡർ എത്തി. എറവറാങ്കുന്ന് പാടശേഖരത്തിൽ പരിശീലനവും പ്രദർശനവും നടത്തി. എറവറാങ്കുന്ന് പാടശേഖരത്തിലെ ഈ പ്രദേശത്ത് പൈതൃക കർഷക കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ സുനിൽ സാറിന്റെയും വിനയ് സാറിന്റെയും അനപാട് പദ്ധതിയുടെ ഭാഗമായി സുനിൽ സാറ് ഞങ്ങളെ അറിയിക്കുകയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവരെ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഇങ്ങനൊരു സീഡ്രം പദ്ധതിയിൽ നമുക്ക് വിത ഇവിടെ പരീക്ഷിക്കണമെന്ന് അറിയുകയും ഈ ആലക്കോട് പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത്. കർഷകർക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെയും നബാർഡിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിയിടത്തിൽ സീഡ്രം എത്തിച്ച് പരിശീലനം നൽകി. ആലങ്കോട് എറവറാങ്കുന്ന് കിഴിക്കര പാടശേഖരത്തിലാണ് സീഡ്രം എത്തിച്ച് കർഷകർക്ക് പ്രവർത്തന പരിശീലനം നൽകിയത്. കർഷകനായ ഷാജിയുടെ കൃഷിയിടത്തിലും എറവറാങ്കുന്ന് പൈതൃക കൃഷിക്കൂട്ടത്തിന്റെ കൃഷിയിടത്തിലുമാണ് പരിശീലനവും പ്രദർശനവും നടത്തിയത്. നടുന്ന അതേ രീതിയിൽ നമുക്ക് സീഡ്രം ഉപയോഗിച്ച് നടാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഇടയകലം സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുല്ല് മറ്റ് കളകൾ വളരുന്നത് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇടയകലം കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പുല്ല് നിയന്ത്രിക്കാൻ പറ്റും. വളപ്രയോഗം നടത്തുന്നതിന് നമുക്ക് കഴിയും. അതുപോലെ തന്നെ വിത്തിൻ്റെ അളവിൽ പകുതി വിത്ത് മതി. ഇപ്പോൾ വിത്തിന് ഏകദേശം 45 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു 40 കിലോ വിത്ത് വേണ്ട സ്ഥലത്ത് 15 കിലോ വിത്ത് നമുക്ക് മതി. അപ്പോൾ ഏകദേശം ഒരു 30 കിലോ വിത്ത് ഒരു ഏക്കറിന് തന്നെ ലാഭിക്കാൻ കഴിയും. അപ്പോൾ 45 × 30 എന്ന രീതിയിലേക്ക് നമുക്ക് ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയും. അതുപോലെ തന്നെ കൃത്യമായി ഇടയകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ വിളവിൽ വലിയ വർധനവുണ്ടാവും. ഈ കീടരോഗബാധയിൽ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ചെലവ് കുറയ്ക്കുന്ന രീതിയിലേക്കും നല്ല വിളവ് കിട്ടുന്ന രീതിയിലേക്കും വരും. പ്രദർശനം കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ MV അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് കൃഷി ഓഫീസർ അനീസ് MM, പൈതൃക കർഷക സംഘം സെക്രട്ടറി സുഹൈർ എറവറാങ്കുന്ന്, പാടശേഖര സെക്രട്ടറി നാസർ KV, കർഷകരായ ഇബ്രാഹിം, കബീർ, റഷീദ്, ഷാജി തവയിൽ, സതീശൻ K, മാനുക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 50 കിലോ വിത്ത് ഒരു ഏക്കറിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്ലാന്റ് പോപ്പുലേഷൻ കൂടുകയും അവിടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഉദാഹരണമായിട്ട് മുഞ്ഞയുടെ ആക്രമണം, അതുപോലെ തന്നെ ഷീത്ത് ബ്ലൈറ്റ്, നെല്ലിൻ്റെ പുഴുക്കം കൂടുന്നു. അതിന് അനുബന്ധമായിട്ട് കുറേ രോഗങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒന്ന് തടയുക എന്നുള്ള ഒരു ഉദ്ദേശവും, അതുപോലെ തന്നെ ഓരോ ചെടിക്കും കൃത്യമായ ഇടയകലം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചെടിയുടെ വളർച്ച കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും അങ്ങനെ നല്ല രീതിയിൽ ചെടിയുടെ വളർച്ച കിട്ടുകയാണെങ്കിൽ നല്ല വിളവ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡ്രം സീഡർ എന്നുള്ള ഒരു പരീക്ഷണം ഇവിടെ നടത്തുന്നത്. നൂതനമായ വിതകൃഷിയിൽ 40 മുതൽ 45 കിലോ വിത്ത് ആവശ്യമുള്ള സ്ഥലത്ത് 15 കിലോ വിത്ത് കൊണ്ട് 1 ഏക്കർ നെൽകൃഷി സാധ്യമാകും. കൃത്യമായി ഇടയകലം പാലിക്കുന്നതുകൊണ്ട് കളനിയന്ത്രണം, കീടനിയന്ത്രണം, രാസവളം നൽകൽ എന്നിവ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനാവും. ചെലവ് വളരെയധികം കുറയ്ക്കുന്നതോടൊപ്പം കൃത്യമായി ഇടയകലം നൽകുന്നതുകൊണ്ട് മെച്ചപ്പെട്ട വിളവും ലഭ്യമാക്കാമെന്നതാണ് ഈ രീതിയുടെ പ്രത്യേകതയെന്ന് കർഷകർ പറഞ്ഞു. CNTV ചങ്ങരംകുളം.